ഹായ് SL ഡോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നുള്ളത് ഫീൽ ചെയ്യണം. ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അപ്പോൾ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുക, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് കഴിയുക എന്ന് ചോദിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് മനസ്സിലാവാനായിട്ട്, ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇഷ്ടം തുറന്നു പറയുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അവരോടുള്ള ഇഷ്ടം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് വാക്കുകളാൽ പ്രണയത്തെ അല്ലെങ്കിൽ അവരുടെ സ്നേഹം അറിയിക്കുന്നത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്, അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് പറയാം എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് അറിയിക്കുക. അതിപ്പോൾ നിങ്ങളുടെ വേ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പറയാം. ഇപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതോ അല്ലെങ്കിൽ നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് അവരെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അവരോട് ആ ഇഷ്ടം അറിയിക്കാനായിട്ട് കഴിയുക, അങ്ങനെ ആ സ്നേഹം പുറത്ത് കാണിക്കുക, അത് അവരെ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ഇരട്ടിയാവും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അവർ എത്രത്തോളം വേണ്ടപ്പെട്ടതാണ്, എത്രത്തോളം നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ഭാഗം കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ അവരോട് പെരുമാറാനായിട്ട്. അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലാഷ് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, ഇല്ല നീ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുള്ളത് അവരോട് പറയാം. എന്ന് കരുതി അവർ പറയുന്ന തെറ്റുകളെ നിങ്ങൾ ശരിയാണെന്ന് പറയണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഭാഗത്തെ ശരികൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നവരെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. അതായത് അവരുടെ ശരികളെ അംഗീകരിച്ചു കൊടുക്കുക. നീ ശരിയാണ് അല്ലെങ്കിൽ നീ ചെയ്തത് ശരിയാണ് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ത്രീക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ അംഗീകരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് പറയുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ സ്ത്രീകളും ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വലിയ വലിയ സമ്മാനങ്ങൾ വേണമെന്നൊന്നുമില്ല, ചെറുത് മതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതി സ്ത്രീകൾ ഗിഫ്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഗിഫ്റ്റ് കിട്ടുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ, അത് വേണമെന്ന് നിർബന്ധമൊന്നും ആർക്കും ഉണ്ടാവില്ല. ആർക്കും എന്ന് ഞാൻ പറയുന്നില്ല, റെയർ ആയിട്ട് കുറച്ച് പേർക്ക് അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് ഇത് അത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ വാങ്ങിക്കൊടുത്താൽ അത് സന്തോഷമാണെന്നുള്ളത് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഗിഫ്റ്റുകളൊക്കെ അവർക്ക് സമ്മാനിക്കാം എന്നുള്ളതാണ്. അതിനിപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് നോക്കിയിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരുടെ സ്പെഷ്യൽ ഡേയ്സിലും കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരത് എക്സ്പെക്ട് ചെയ്യും, എനിക്ക് ഈ ദിവസം ഇത് കിട്ടും എന്നുള്ളത്. സോ അപ്പം തന്നെ കൊടുക്കണം എന്നില്ല, പകരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേണം നിങ്ങളത് കൊടുക്കാനായിട്ട്. അതായത് അവർ തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിൽ കൊടുക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർപ്രൈസുകളാണ്. സർപ്രൈസുകൾ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സോ ചെറിയ രീതിയിൽ അവരെ സർപ്രൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മളുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ അവർക്കത് ഇഷ്ടമാണ്. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഒന്ന് ഹെയർ മസാജ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ അവരുടെ ടെൻഷൻ ഫ്രീ ആവാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഹെയർ മസാജ് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതാണ്. സോ ഇങ്ങനെ അവർക്ക് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അവരുടെ കാല് നിങ്ങൾക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിൽ കൂടെ പോയി അവരെ ഹഗ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ തെറ്റായിട്ട് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. തെറ്റായിട്ട് വിചാരിക്കരുത്. സ്ത്രീകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇന്നത്തെ ജനറേഷനിൽ പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിനെ പോലെയാണ്, അതായത് കൂട്ടുകാരെ പോലെയാണ് അവർ പരസ്പരം പെരുമാറുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒട്ടുമിക്ക ഭാര്യമാരും അതുപോലെ കാമുകിമാരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ ഞാൻ കാമുകിമാർക്ക് ചെയ്തു കൊടുക്കാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. പിന്നീട് അതൊരു വലിയ പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്.
പകരം നിങ്ങൾക്ക് ഭാര്യമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുതലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് അവരിൽ നിന്നും കുറേ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ മതി, അതിന്റെ ഇരട്ടിയായിട്ട് അവരിങ്ങോട്ട് തിരിച്ചു തന്നോളം എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ രീതിയിൽ അവരോട് പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതലായിരിക്കും. അതേപോലെ നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും ഒന്ന് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്